നെഗറ്റീവുകളെ എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി ജാസ്മിൻ കണ്ടുപിടിച്ച ഒരു പുതിയ അടവിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. 19ാമത്തെ അടവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒത്തില്ല ജാസ്മിനെ, ഒട്ടും ഒത്തില്ല. പൂജ കണ്ടുപിടിക്കുകയും ചെയ്തു, നൈസായിട്ട് ലാലേട്ടന്റെ മുന്നിലേക്ക് വിളമ്പുകയും ചെയ്തു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആ ഒരു സീക്രട്ട് ബാലറ്റിന്റെ സമയത്ത് ഗബ്രി മത്സരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പില്. പക്ഷെ ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് കൊടുത്തില്ല. പകരം ജാസ്മിൻ വോട്ട് കൊടുത്തത് ജയദീപിനാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർക്കണം. ജാസ്മിൻ തന്നെ തെരഞ്ഞെടുത്ത പവർ ടീമിന് വേണ്ടി ജാസ്മിന്റെ തന്നെ മറ്റേ തേനും പാലും ചക്കരയും ഒക്കെ ആയിട്ടുള്ള ഗബ്രി മത്സരിക്കുകയാണ്. അപ്പോ ആ ഒരു സമയത്ത് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം വമ്പിച്ച മെജോറിറ്റിയിൽ നമ്മുടെ ജിൻഡോ ജയിച്ചു, ഇവര് രണ്ടുപേരും തോറ്റും പോയി. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജാസ്മിന്റെ വലിയ അടയും തേനും പാലും ചക്കരയും കുണ്ണുവാവയും ഒക്കെ ആയിട്ടുള്ള ഗബ്രിയെ ജാസ്മിൻ എന്തിന് അവോയ്ഡ് ചെയ്തു ഈ ഒരു ബാലറ്റിന്റെ സമയത്ത്? ജാസ്മിൻ എന്താണ് ചിന്തിച്ചത് എന്നുള്ളതിന് കുറെ പോസിബിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു പോസിബിലിറ്റിയാണ്. പുറത്തെ ഓഡിയൻസിനെയും ജാസ്മിന്റെ ഫാമിലിനെയും ഒക്കെ വിശ്വസിപ്പിക്കുക, ഗബ്രി എന്റെ ഗെയിമില് ഇടങ്കോൽ ഇടുന്നില്ല, ഞാനും അവനും തമ്മിൽ അത്രയ്ക്ക് ബന്ധമൊന്നും ഇല്ല, ഗേ ആയിട്ടുള്ള ഒരു പയ്യനോടുള്ള അതേ ബന്ധമേ എനിക്ക് അവനുമായിട്ടുള്ളൂ. ഇതേപോലെ ഒരു സീക്രട്ട് ബാലറ്റിന്റെ സമയത്ത് എനിക്ക് വേണേ അവനെ അങ്ങ് മറക്കാം, എന്നിട്ട് ഗേ പയ്യനെ എനിക്ക് വോട്ട് ചെയ്യാം. ഈ ഒരു വ്യൂ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ജാസ്മിൻ ജയദീപിന് വോട്ട് കൊടുത്തത്. ഇത് ജയദീപുമായിട്ടും ജാസ്മിൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവില്. പക്ഷെ ഫോട്ടോ കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ആയിരിക്കാം പൂജയുടെ ചെവിയിലേക്ക് ഈ ഒരു ന്യൂസ് എത്തിയത്. എന്തായാലും ജാസ്മിന്റെ ഈ 19ാമത്തെ അടവ് ഒരു നനഞ്ഞ വടക്കമായിട്ട് ചീറ്റി പോയതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഗബ്രിയെ ജാസ്മിന് അങ്ങനെ മറക്കാൻ പറ്റില്ല എന്നത് ഇതിനോടകം തന്നെ ഈ ഷോ ആദ്യ ദിവസം മുതൽക്കേ കാണുന്ന മലയാളികളെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് മറവിയാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും നിന്നേക്കരുത്. ലാലേട്ടൻ ചോദ്യം ചെയ്യുമ്പോൾ ഗ്രില്ലാവാൻ റെഡി ആയിട്ടിരുന്നോ. ഓഡിയൻസിനെയും ആദ്യം വിഡ്ഢികളാക്കി, അത് കഴിഞ്ഞ് പൊട്ടന്മാരാക്കി, ഇപ്പൊ കൺഫ്യൂഷനിലും ആക്കണം. അങ്ങനെ ഇങ്ങനെയൊന്നും എളുപ്പത്തില് ആരെയും കബളിപ്പിക്കാനൊന്നും പറ്റില്ല ജാസ്മിനെ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗത്തില്.